അന്ന് വഹാബി പെട്ടതിനേക്കാൾ വലിയ പെടലാണ് എ പി സമസ്ത ഉള്ളത്. അയിന്ന് മുക്തി നേടാൻ കേരള യാത്രയിൽ 4 പാട്ട് പാടിയിട്ടൊന്നും ആവൂലത്. ഇബ്നു തൈമിയ്യ വെളുപ്പിച്ചാൽ പിന്നെന്ത് സമസ്ത? മാത്രല്ല, ഇനി ഒരു പുതിയ സംഭവം കൂടി ഇന്ന് പറയാം. ഇബ്നു തൈമിയ്യ മാത്രല്ല, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പ് നേതാവുണ്ട് മുഹമ്മദ് ഇല്യാസ്. അയാളെ വലിയ നേതാവാക്കിയിട്ടാണ് ഇപ്പോൾ കൊണ്ടെടുക്കുന്നത്. മുഹമ്മദ് ഇല്യാസ് വലിയ ഉഷാറാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും കൂടി നമുക്കൊന്ന് കാണാം. കാരണം എന്താ പറയുക, ഇത് ശംസുൽ ഉലമയാണല്ലോ തൊട്ടത്. ശംസുൽ ഉലമയെ മാത്രമല്ല, ഒരു കാലഘട്ടത്തിലെ മശായിഖിനെ മുഴുവനും എല്ലാരെയും പറഞ്ഞില്ലേ. ഇനി ആരെ പറയാൻ ബാക്കി? അതിൻ്റെ കുരുത്തക്കേട് തട്ടുന്ന ഓരോ രൂപങ്ങളാണ് ഇവർക്കൊക്കെ ഒരു ആത്മീയ ഗുരുവാണെന്ന് പറഞ്ഞു കേൾക്കണം. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്, മശായിഖിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പോലെ തന്നെ പറയും, ഞങ്ങളെ ഗുരുവാണ് എന്നും പറയും. യമനിലെ ഉമർ ഹഫീദ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിമിഷപ്രിയ വിവാദം എന്നൊക്കെ മൂപ്പരെ പേര് അറിഞ്ഞിട്ടാണ് ബലിവിടെ കളിച്ചിരുന്നത്, പച്ചക്കള്ളവും പറഞ്ഞിട്ട്. ആ ഉമർ ഹഫീദ് ഇവരെ കൂടൊക്കെ വരുന്ന ഏറ്റവും വലിയ നേതാവാണ്. ഇപ്പം യാത്ര നയിച്ചുകൊണ്ടിരിക്കുന്ന 3 ആളുകളെ നമുക്കെടുക്കാം, ബാക്കിയുള്ളതുണ്ട്, അതിലേക്ക് പോകണില്ല. ആദ്യം ഉമർ ഹഫീദ് എന്ന യമനിലെ പറയപ്പെട്ട ആൾ, അദ്ദേഹം മർക്കസിൽ വരുന്നു. എ പി അബൂബക്കർ മുസ്ലിയാരെ കൂടെ തന്നെ സമയം ചെലവഴിക്കുന്നു. എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മദ്ഹ് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായി വരെ കാണുന്ന ഉമർ ഹഫീദ് 1-2 വീഡിയോ നമുക്ക് ആദ്യം കാണാം. ആരാ ഉമർ ഹഫീദ് എന്ന് അറിയാൻ അന്ന് കാണിച്ചു കൊടുക്കും. ശരിക്കും ശ്രദ്ധിക്കണേ, ശബ്ദമാണെന്നില്ല. മർക്കസിലാണ് ആ സംഭവം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണത്. അതിൻ്റെ നേരെ അപ്പുറത്ത് ആ പച്ച ഡ്രസ്സ് എടുത്ത് തലപ്പാവ് ധരിച്ച ആളാണ് ഉമർ ഹഫീദ് യമനിലെ. ഉമർ ഹഫീദിനെ അത്രയും പ്രധാന ഗുരുവായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ വലിയ യാത്ര നയിക്കുന്ന ആളാണ് ഇപ്പോൾ അത്. ഇനി ഉപനേതാവ് പറഞ്ഞ വേറൊരാളെ, ഉപനായകൻ അല്ലേ, വേറെ ആളുണ്ടല്ലോ, മുട്ടിപ്പടി ഖലീൽ തങ്ങളെ സ്ഥാപനത്തിലും അതാ വരുന്ന അതേ ഉമർ ഹഫീദ് കാണിച്ചു കൊടുക്കും. ഇവരൊക്കെ ഐക്യകണ്ഠേന നേതാവാക്കി കൊണ്ടെടുക്കുന്ന ആളാണ്. മൂപ്പര് കാർന്നിറങ്ങാണ്, ഇവരെല്ലാവരും കൂടി സ്വീകരിക്കുകയാണ്. ഇവരെ സ്വന്തം ആളാണ്, നേതാവാണ്, ഇനി പറയേണ്ടതില്ല. അപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഖലീൽ തങ്ങളും ഒക്കെ നേതാവായി സ്വീകരിക്കുന്ന ഉമർ ഹഫീദ്. ഇനി കുറ്റ്യാടിയിലേക്കൊന്ന് പോകാം. വേറൊരു ഉപനായകനുള്ളത് അവിടെയാണല്ലോ. അപ്പം അവിടെ എന്താ അവസ്ഥ നടക്കുക? അവിടെ പിന്നെ ഒന്നുകൂടി ഉഷാറില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് തലേക്കെട്ട് കെട്ടിക്കൊടുക്കുകയാണ് ഷെയ്ഖ് വന്നിട്ട്. അതാണ് അടുത്ത ചടങ്ങ്, കണ്ടോളൂ. അദ്ദേഹം കുറ്റ്യാടിയിൽ വന്നതാണ്. തലേക്കെട്ട് കെട്ടിക്കൊടുക്കൽ സാധാരണ മശായിഖുമാരാണല്ലോ. തലീകെട്ടൊക്കെ കെട്ടിക്കൊടുത്ത് യമനിൽ നിന്ന് വന്ന് ഇവിടെ മൂപ്പരാണ് തലപ്പാവ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി മൂപ്പരെ മദ്ഹ് പറയാനോ പോലെ ഒന്നും ബാക്കിയില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മൂപ്പരെ കുറിച്ച് പറഞ്ഞത്, അള്ളാന്റെ റസൂലിനോട് നേരെ യഖ്ലത്തിൽ, ഉണർവിൽ സംസാരിക്കുന്ന ആളാണ് ഉമർ ഹഫീദ് എന്നാണ്. വലിയ വലിയ മഹത്താണ്. എല്ലാം കൂടി കേൾപ്പിക്കണം, ഞാനത് വിശദമായി പിന്നീട് പറയും. ഇപ്പം എൻ്റെ സൂചന മാത്രമേ തരുന്നുള്ളൂ. ഖലീൽ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന് ലോകത്ത് ഉത്തരം കിട്ടുന്ന, ദ്വാരനാൽ ഉത്തരം കിട്ടുന്ന അങ്ങനെ ഒരാളില്ല എന്നുള്ളതാണ്. അപ്പോൾ എ പി സമസ്തൻ്റെ വലിയ ഷേഖാണ്. ശംസുൽ ഉലമൻ്റെ ശിഷ്യനായിട്ട് ശംസുൽ ഉലമനൊക്കെ തള്ളി ഒഴിവാക്കിയതാണ്. കാലഘട്ടത്തിലുള്ള മശായിഖിനെയും തള്ളിയതാണ്. ഒരുപാട് കാലം പോയിരുന്ന ഹദറത്തിൽ എന്തിനാ പോയതെന്ന് ചോദിച്ചപ്പോൾ കച്ചവടത്തിന് പോയി എന്ന് ഒഴിവായ ആളുകളാണ്. വല്ലാത്തൊരു കച്ചവടം പോയി. അങ്ങനെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും വലിയ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ് ഖലീൽ തങ്ങൾ തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ അവിടെ എത്തൽ വളരെ പെട്ടെന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരം ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഒരു സുവർണാവസരം. ഇന്ന് ലോകത്ത് ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിൽ
ഏറ്റവും വലിയ മഹാനാണ്. മഹാനായ ആലിമുൽ അല്ലാമ ഹബീബ് ഉമർ തങ്ങൾ ഹഫിളഹുല്ലാഹു വറഅ. മഹാനവൾ 25 കൊല്ലം മുമ്പ് മഅദിനിൽ കുറ്റിയടിച്ചു എന്നതാണ് മഅദിന്റെ വലിയൊരു വിജയത്തിന്റെ തറക്കൽ, ആദ്യത്തെ തറക്കലുടെ മഹാനവൾ. ഇൻഷാ അല്ലാഹ് വരുന്ന 20-ാം തീയതി മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് അതിവിപുലീകരിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഇക്കാലം വരെ പള്ളികളിലും മറ്റൊന്നും കാണാത്ത അതിനൂതന സംവിധാനങ്ങൾ യുവാക്കളെ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് ഉമർ ഹഫീള്, ആദ്യത്തെ തറക്കല്ലിടുന്ന ആൾ ഉമർ ഹഫീള്. ലോകത്ത് ഉത്തരം കിട്ടുന്ന ഇങ്ങനെ ഒരാളില്ലാന്നാ പറഞ്ഞ് മുസ്തജാബുദ്ദഅവ. എല്ലാ സംഭവവും തലേക്കെട്ട് കെട്ടി ഷെയ്ഖായി AP സമസ്തന്റെ ഗുരുവായി കൊണ്ട് നടക്കുന്ന ആൾ. മിനിയാന്ന് ഏടുള്ളത്, മിനിയാന്ന് ഏത് പ്രോഗ്രാമിലാ മുമ്പരുള്ളത്? ആ പോസ്റ്റർ ഒന്ന് കാണട്ടെ ആദ്യം. ശരിക്ക് ചിന്തിച്ചോളി, ഞങ്ങളിത് വെറുതെ എന്തോ പറയുന്നതല്ല. മുദാക്കറ ഫി മനാഖിബിദ് ദാഇയത്തിൽ കബീർ. ആരാ? മുഹമ്മദ് ഇല്യാസ് അൽ കാന്തഹ്ലവി റഹിമഹുല്ലാ. അയാൾ എഴുതിയത് ഞാൻ വായിച്ചതാ. 2 ഫോട്ടോ കണ്ടോ നിങ്ങൾ? അതിലിപ്പുറത്തുള്ളത് ഉമർ ഹഫീലാണ്, ആ തലയെക്കെട്ട് കെട്ടിയത്, വെള്ളത്തലയെക്കെട്ട്. അപ്പുറത്തുള്ള ആളാരാ? മുഹമ്മദ് ഇല്യാസ്, തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ. തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ മരിച്ച ദിനത്തിൽ, അയാളുടെ ആണ്ട് ദിനത്തിൽ അയാളുടെ അനുസ്മരണം നടത്താൻ നേതൃത്വം നൽകുന്നത് ആരാ? AP സമസ്തയുടെ ഗുരുവായി അവരവതരിപ്പിച്ച ഉമർ ഹഫീള്. നിലപാട് പറയണം നിങ്ങള്. റാലിയാണ് പോണെങ്കിൽ ഇതിന്റെ മറുപടി പറഞ്ഞോളണം. എന്നിട്ട് അയാൾ അവിടെ പോയിട്ട് പറഞ്ഞ ലഫ്ദെന്താ? ഇവിടെ സമസ്ത ഒന്നിച്ച് തീരുമാനമെടുക്കുക, മുഹമ്മദ് ഇല്യാസ് പഴച്ചാളാണ്. ഞാൻ കേൾപ്പിക്കുന്നുണ്ട് MA ഉസ്താദിന്റെ വാക്കുകൾ. അള്ളാഹുവിലുള്ള വിശ്വാസം പഴച്ചാളാ മുഹമ്മദ് ഇല്യാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം പഴച്ചാളാണ് മുഹമ്മദ് ഇല്യാസ്. ആരാ പ്രസംഗിക്കാൻ ബാക്കി? ഈ മുഹമ്മദ് ഇല്യാസ് അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ, അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിന്റെ സർവമൗലിദും ഓതുന്നു. ഇതിപ്പോ തുടങ്ങിയതല്ല, നേരത്തെ ഇത് നടത്തി. ഞങ്ങളത് ക്ലിപ്പിട്ടിരുന്നു. മുഹമ്മദ് ഇല്യാസിന്റെ മഹത്വം പറഞ്ഞത് അന്ന് വരെ പറഞ്ഞു, പണ്ടെന്നോ പറഞ്ഞതായിരിക്കും, അത് നീ വിഷയാക്കണ്ട, ഇപ്പൊ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ എന്തായി? മിനിയാന്നത്തെ രാത്രിയിൽ അദ്ദേഹം ഇല്യാസിന്റെ മരണദിനത്തിൽ നിന്നുകൊണ്ട് മൗലൂദ് ഓതാണ്. തബ്ലീഗാരല്ലേ, എല്ലാം നടക്കുമല്ലോ. വിശ്വാസത്തിൽ പേച്ചുപോയതാ. ഒന്ന് കണ്ടോളൂ, ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം കാണിക്കാം. അദ്ദേഹം വന്ന് വലിയ കുറച്ച് ശ്രമമൊക്കെ നടത്തി, നമ്മളിത് എടുക്കുന്നുള്ളതുകൊണ്ട് നിങ്ങൾ പോണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി. നമ്മളിത് പറയുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ തബ്ലീഗ് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാ പിന്നെ അതിൻ്റെ ലിങ്കെങ്കിലും പുറത്തുവിടെ, ഒക്കെ പുറത്തു വിടുന്നതാണ്. ഫുള്ളും പുറത്തായി. അതിൻ്റെ അവ്വൽ മുതൽ സെറ്റ് വരെ മുഹമ്മദ് ഇല്യാസ് ഏറ്റവും ഉന്നതനായ ആള് എന്നാ പറയുന്നത്. ഇനി എന്താണോ യാത്ര നടത്തിയിട്ട് കാര്യങ്ങൾ പൊളിഞ്ഞ് പാളീസായില്ലേ? എന്താ കേട്ടോളൂ, അദ്ദേഹത്തിൻ്റെ ആ പരിപാടിയിൽ, അനുസ്മരണ ചടങ്ങിൽ ഇവരുടെ വലിയ ഗുരുവായ ഉമർ ഹഫീദിന്റെ വാക്കുകളിൽ ഒരു ഭാഗം മാത്രം കേൾപ്പിക്കും. عطايا لا تعد ولا تحد ذلكم فضل الواحد الأحد الذي جمعكم في هذه الليلة من هذا الشهر الكريم الذي كانت فيه وفاة هذا الشيخ المبارك الذي امتزج نور القرآن والسنة بلحمه ودمه، وظهرت الآثار عليه في أدبه مع الإله الغفار، وظهرت آثار هذا الأدب والانكسار مع الضعف الذي كان في بدنه وجسده، وإعراضه التام عن مظاهر الدنيا وعن المال وكسبه والاغترار به والالتفات إليه. ظهرت نتائج كل ذلك في انتشار النور على يده في حياته وبعد وفاته عليه رضوان الله تبارك وتعالى. فابتدأ ترتيب هذا العمل الذي اشتهر بالدعوة والتبليغ قبل 100 سنة كما سمعتم، وكان في قريب 40 ولادته في عام 3. ഓരോന്നോരോന്ന് അർത്ഥം വെക്കേണ്ടിയാണ്.
ഇൻഷാ അല്ലാഹ് ഫുള്ള് ഞങ്ങൾ ബയാൻ ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞത്? നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് മുഹമ്മദ് ഇല്യാസ് എന്ന ഒരു മഹാനേതാവിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. മുഹമ്മദ് ഇല്യാസ് എന്ന മഹാന്റെ അളവാക്കി ഞാൻ എടുത്തു ധരിച്ച ഇനി ക്ലിപ്പാക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട് എന്ന് വിടണ്ട. മുഹമ്മദ് ഇല്യാസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അള്ളാഹുവിൻ്റെ അൻവാറുകൾ, പ്രകാശ കിരണങ്ങൾ കലർന്ന് കിടക്കുകയാണ്. അയാളുടെ ഹൃദയവും ശരീരമൊക്കെ ആ നൂറിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളും ദിക്റുകളും എത്രയാണ്! ദുനിയാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃദ്, ദുനിയാവിനോടുള്ള ആ വിരക്തി, ദുനിയാവൊക്കെ ഒഴിവാക്കി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് അദ്ദേഹം തുടങ്ങിയ സംഭവമാണ് തബ്ലീഗ് എന്ന പ്രധാന പ്രവർത്തനം. തബ്ലീഗിലൂടെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിന് ഇന്നും ഒരുപാട് ആളുകളുടെ അമലിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളാണ് അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും വഴിയുടെ ഹെഡ്. ആര്? മുഹമ്മദ് ഇല്യാസ്. ഇയാളാണ് ഏപ്പിൻ്റെ ഷെയ്ഖ്. ഇയാളാണ് പേരോണ്ട് തലകെട്ടി കെട്ടി കൊടുത്ത ആള്. ഇയാളാണ് മുട്ടിപ്പടി തങ്ങൾ പറഞ്ഞു ദുആക്ക് ഇജാബത്തുള്ള നമ്പർ 1 ആൾ. മൂപ്പർക്ക് ദുആക്ക് ഉത്തരം ഉണ്ടെങ്കിൽ മുഹമ്മദ് ഇല്യാസ് ശരിയായില്ലേ? മുഹമ്മദ് ഇല്യാസ് ആരാ? MA ഉസ്താദിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു കഷ്ണം വിശദമായി നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതി. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് വിശാലമായ പഠനം MA ഉസ്താദ് നടത്തിയിട്ടുണ്ട്, അണ്ടോണ നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ EK ഉസ്താദിൻ്റെതുണ്ട്, AP മൊയ്ലേർ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. MA ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടോളൂ. ഇസ്മായിൽ ദേലവിന്റെയും മുഹമ്മദ് ഇർഫാന്റെയും ശിഷ്യനായി ഖലീഫയായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഇല്യാസ്. ഇനി വിശദീകരിക്കാൻ ഇവിടെ നേരെയില്ലെങ്കിലും പ്രധാനപ്പെട്ട 10-15 വിഷയങ്ങൾ, മെയിനായി 10 വിഷയങ്ങളിൽ ഇല്യാസിന്റെ തബ്ലീഗുകാരും നമ്മളും തമ്മിൽ വ്യത്യാസമാവുന്നു. ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തന്നെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന വിശ്വാസം സിറാത്തുൽ മുസ്തഖീമിൽ അയാൾ പറഞ്ഞു ജിഹത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിഷേധിക്കൽ ബിദ്അത്താണ്. അപ്പൊ ജിഹത്തിലുള്ളതായിരിക്കുന്ന അള്ളാഹുവിൽ അയാൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നുണ പറയൽ മുംകിനാണ്, കളവ് പറയൽ മുംകിനാണ് എന്ന് മുഹമ്മദ് ഇല്യാസിന്റെ വാദങ്ങളായി പറയുന്ന അള്ളാഹ്ക്ക് ഭാഗങ്ങളുണ്ട് എന്ന് വിശ്വസിച്ച ആളാ. വഹാബിയെ പോലെ അല്ല ഇരിക്കുന്നു ചാടുന്നു എന്നൊക്കെ വാദിച്ച ആളാ. അല്ല കളവ് പറയുന്നു വാദിച്ച ആളാ. റസൂലിനെ കുറിച്ച് പറഞ്ഞ തെറ്റുകൾ ഇഷ്ടം പോലെ MA ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. പച്ചയായ മുബ്തദിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ആ ആളെയാണ് ഇവരുടെ ആത്മീയ ഗുരു ഒരു ദിവസം ഒരു രാത്രി മുഴുവനും ഇരുന്ന് മദ്ഹ് പറഞ്ഞത്. എന്താ നിലപാട്? കേരള യാത്രയിൽ തന്നെ പറഞ്ഞു തരണം. ഇനി കൊണ്ടുവരുമോ നിങ്ങൾ മുമ്പരെ? ഞങ്ങൾക്ക് അറിയേണ്ടിയുണ്ട്. തള്ളാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? മുഹമ്മദ് ഇല്യാസിനെ കുറിച്ചുള്ള നിലപാട് പറയണം. വല്ലാത്ത പടലനെ മൂപ്പരെ കൊണ്ട് നിങ്ങൾ പെട്ട്. സിനിമ ഇറക്കിയപ്പോൾ മൂപ്പരാ വന്നത്, മ്യൂസിക്കൊരു മൂപ്പരാ വന്നത്, തബ്ലീഗിന്റെ നേതാവായി വന്ന ഇല്യാസിനെ പുകഴ്ത്താനും അയാളാ വന്നത്. മറുപടി നിങ്ങൾ പറയ്. അപ്പൊ നമ്മൾ ശംസുൽ ഉലമയുടെ വഴിയിൽ നിന്ന് മാറിയാൽ എല്ലാം നഷ്ടമാകും. മശായിഖിനൊക്കെ ഒഴിവാക്കി ഒരാളെ ഷെയ്ഖാക്കി നോക്കിയതാ കഴിഞ്ഞു കഥ. കൂടുതൽ വിശദീകരണം പിന്നീട് വരും. അതുകൊണ്ട് റിഫായി ഷെയ്ഖിനെ പിടിച്ചോളൂ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പിടിച്ചോളൂ, ഖാജാ തങ്ങളെ വിടണ്ട.